ഹേ ഗായ്സ്, സെം എക്സാം ആയതുകൊണ്ടാണ് വ്ളോഗ് ഇടാൻ പറ്റാത്തത്. എക്സാം കഴിഞ്ഞിട്ട് കളിക്കാൻ പോകാന്ന് പറഞ്ഞിരുന്നപ്പോ എന്തേ അകത്തൊരു സാധനം കയറി തപസ്സിരിക്കട്ടെ. ഞാൻ അത് ഇറങ്ങിയിട്ടാണ് അതിനെ കൊണ്ട് പോയത്. ഹരിക്കുമ്പോ മരുതമ്പാറ ഇറങ്ങി ഇങ്ങനെ ഇരിക്കും. എന്റെ വീടെടുത്ത നിന്നെ ഞാൻ കൊല്ലോടാന്നും പറഞ്ഞ ആദീക്ക. കോളേജിന്റെ മുകളിലാണ് ഗ്രൗണ്ട്. ഇനി കാട്ടിലേക്ക് ഒരു യാത്ര. ഒരു ആന ടാങ്കിൽ വെള്ളമായിട്ടാണ് രായപ്പം പോണം. ഇതേ ലാബിന്റെ അകത്ത് പൂച്ച സാറാ കയറിയിരിക്കുന്നു. കോളേജിന്റെ മുകളിലുള്ള പട്ടിക്കുട്ടിയാണ് ആദീക്ക. പിന്നെ ഒരു ഡോഗ് ലവർ ആണ്. പട്ടിക്കുട്ടികളെ ഭയങ്കര കളിപ്പീരാണ്. അങ്ങനെ തേരിയൊക്കെ കയറി അവസാനം ഗ്രൗണ്ടിലോട്ട് ചെന്നങ്ങ് എത്തി. അവിടെ 2 ചെക്ക് പോസ്റ്റ് ഇരിക്കല്ലേ, ഇത് ഇവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞത് ആ തൂക്കി പിടിച്ചോണ്ട് അതേ വരുന്നു. ചെറിയ വാമപ്പൊക്കെ കഴിഞ്ഞിട്ട് എണ്ണിപ്പിരിച്ച് ടീമൊക്കെ 2 സെറ്റാക്കി. ഗോളിൽ നിന്നോളാന്ന് പറഞ്ഞ് ഞാൻ നേരെ ഗോൾ പോസ്റ്റിലോട്ട് കയറി. കളിയൊക്കെ തുടങ്ങി ഏതാണ്ട് 15 മിനിറ്റ് ആയപ്പോ തന്നെ മരുതമ്പാറയെ പോളസ്കോബർ പെനാൽറ്റി കിട്ടി. പെനാൽറ്റി അടിച്ച് ഗോളാക്കി. ബോൾ അടിച്ച് കാട്ടി പോയപ്പോ പിന്നെ എല്ലാവരും കൂടെ ബോൾ തപ്പലായിരുന്നു. പോളസ്കോബറിന്റെ കാലിൽ ബോൾ കിട്ടിയെങ്കിലും നേരെ അടിച്ചത് ഡിഫൻഡറായ രായപ്പന് കൊടുക്കുകയും രായപ്പന്റെ കാലിൽ തട്ടി അതൊരു സെൽഫ് ഗോളായി മാറുകയും ചെയ്തു. കുറച്ചേരം ബോറടിച്ചപ്പോൾ അപ്പുറത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ചെന്ന ഡാമൊക്കെ കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് പോയി. മഴ ചാറി തുടങ്ങിയത് തന്നെ പിന്നെയും തിരിച്ച് ഗ്രൗണ്ടിലോട്ട് കളി കാണാനായിട്ട് പോയി. കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ മഴയായിരുന്നു. പിന്നെ മഴ നനഞ്ഞിട്ട് അവസാനം നേരെ ഹോസ്റ്റലിലോട്ട് വന്ന് കയറി. ഇതാണ് പൂജാരി. അത് ഇത് പൂണൂല് കിട്ടാത്തതുകൊണ്ട് വയറസ് അഡ്ജസ്റ്റ് ചെയ്ത ട്രെൻഡിനൊപ്പം പോയ ഒരു പൂജാരിയാണോ. ഭയങ്കര മാന്ത്രികനാ. പൂജയ്ക്കൽ മന്ത്രവാദമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പൂജാരി ഫുട്ബോൾ കളിക്കാനായിട്ട് ഇറങ്ങി. വൈകിട്ട് കഴിക്കാനായിട്ട് കുറച്ച് കപ്പയൊക്കെ വാങ്ങി. പിന്നെ അച്ചാറും കൂട്ടി അടിക്കുക. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ശരിയെന്നാ.